ഏവർക്കും സ്വാഗതം. ആനുവൽ ഐ ടി പരീക്ഷയുമായി ബന്ധപ്പെട്ട് 8ാം ക്ലാസ്സിലെ ജിയോജിബ്രയിൽ നിന്നുള്ള ഒരു ചോദ്യം പരിശോധിക്കാം. GeoGebra software create a square and its diagonals as the model given. Draw a circle with the point of intersection of the diagonals as its center. താഴെ തന്നിരിക്കുന്ന മാതൃകയിൽ ഒരു ചിത്രം തയ്യാറാക്കിയത് ഹോമിൽ എക്സാം 8 നിങ്ങൾ രജിസ്റ്റർ നമ്പറും ക്വസ്റ്റ്യൻ നമ്പറും നൽകി ഫയൽ നെയിമായി നൽകി സേവ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ സൂചനകൾ നൽകിയിരിക്കുന്ന റെഗുലർ പോളിഗൺ ടൂൾ ഉപയോഗിക്കുക, സെഗ്മെന്റ് ടൂൾ ഉപയോഗിക്കുക, ഇന്റർസെക്ട് ടൂൾ ഉപയോഗിക്കുക, സർക്കിൾ ടൂൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പരിശോധിക്കാം. ആപ്ലിക്കേഷന് എഡ്യൂക്കേഷനിൽ നിന്നും ജിയോജിബ്ര ഓപ്പൺ ചെയ്യുന്നു. ജിയോജിബ്ര മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടി മാക്സിമൈസ് വിൻഡോയിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൻ്റെ ഈ ആക്സിസും ഗ്രിഡുകളും കളയുന്നതിന് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ആക്സിസിന് ടിക്ക് മാർക്ക് കളയുന്നു. വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഗ്രിഡ് എന്ന ടിക്ക് മാർക്ക് കളയുന്നു. ഇനി നമുക്ക് വേണ്ടത് പോളിഗണിൽ റെഗുലർ പോളിഗൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ക്വയർ വരയ്ക്കാം. രണ്ടാമത്തെ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് ഓൾറെഡി അവിടെ വരും. നമുക്ക് ഓക്കെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു സ്ക്വയർ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു സെഗ്മെന്റ് വരച്ചുകൊണ്ട് 2 ഡയഗണൽസ് വരയ്ക്കാം. 2 പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് 2 ഡയഗണൽസ് വരയ്ക്കുന്നു. ഇനി നമുക്ക് വേണ്ട അതിൻ്റെ ഒരു ഇന്റർസെക്റ്റ് പോയിന്റാണ്. ഇന്റർസെക്റ്റ് കണ്ടുപിടിക്കുന്നതിന് ഇതിലെ ഇന്റർസെക്റ്റ് എന്നത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ 2 പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നൊരു ഭാഗത്തൊന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് വേണ്ടത് സർക്കിൾ ആണ്. സർക്കിൾ വിത്ത് സെൻറ്റർ ആൻഡ് റേഡിയസ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഇന്റർസെക്റ്റ് പോയിന്റിൽ നിന്നും നമുക്കതിൻ്റെ എൻ്റെ പോയിന്റ് വരെ ഒന്ന് മൗസ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ കൃത്യമായിട്ട് അവിടെ ആ ഒരു സർക്കിൾ നിൽക്കുന്നത് കാണാം. ഇനി അത് സേവ് ചെയ്യാം. ഫയൽ സേവ് ആസ് എന്ന് ക്ലിക്ക് ചെയ്ത് നമുക്കിതിലെ ഹോമിലെ എക്സാം 8 എന്നത് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഇവിടെ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ്സും ഡിവിഷനും റോൾ നമ്പറും അടങ്ങുന്നതാണ്. അണ്ടർസ്കോർ നിങ്ങളെ ക്വസ്റ്റ്യൻ നമ്പറും നൽകി സേവ് ചെയ്യുന്നതോടെ ഈ ഒരു പ്രവർത്തനം അവസാനിക്കുന്നു.